ഇസ്ലാമിൽ നോക്കിക്കോളൂ, മുസ്ലിമും കാഫിറും. ഹിന്ദുവിലോ ഹിന്ദു അഹിന്ദു എന്ന് പറയുന്നൊരു വേർതിരിവില്ല. അഹിന്ദുവും ഒരു തരത്തിൽ ഹിന്ദുവാണ്. ഞാൻ സുനിലിനെ ഹിന്ദുവായിട്ട് അക്സെപ്റ്റ് ചെയ്യും, സുനിൽ സ്വയം ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം. ക്ലാഷ് ഇല്ലാത്ത ഒരു ഏർപ്പാടാണ് ഹിന്ദു. അന്യൻ എന്ന് പറയുന്ന ഒരു ഏർപ്പാടില്ല, എല്ലാം നാം. അതാണ് സംഘം, സംഘച്ഛത്വം, സമ്മതത്വം ഒരേപോലെ എല്ലാവരും ചേർന്ന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുക. ഒരാൾക്ക് സമ്മതമില്ലെങ്കിൽ അയാളെ നിർബന്ധിക്കേണ്ട, ഇപ്പം പതുക്കെ സമ്മതിച്ചോളൂ, കൂടെ കൊണ്ടുവരിക. അങ്ങനെയാണ് ഒരു പ്രിവെയിലിംഗ് തോട്ടായിട്ട് ഭാരതത്തിൽ സംഘം മാറിയത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻഡിക്കേഷനാണ് നരേന്ദ്രമോദി. നാളെ നരേന്ദ്രമോദി താഴെ വീണു എന്ന് വയ്ക്കുക, RSS പരാജയപ്പെട്ടു എന്ന് അർത്ഥമാകുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി ആൻ ഇൻഡിക്കേറ്റർ, പൊളിറ്റിക്കൽ ഇൻഡിക്കേറ്റർ. RSSൻ്റെ വളർച്ചയ്ക്ക് നിങ്ങൾക്കൊരു ഗേജില്ല, ഒരു അളവുകോലില്ല. അപ്പോൾ പിന്നെ എല്ലാവരും നമുക്ക് വോട്ട് നോക്കാം, BJPക്ക് കിട്ടുന്ന വോട്ട് നോക്കാം. സംഘപരിവാറിലെ പൊളിറ്റിക്കൽ ആമാണല്ലോ BJP. ഇങ്ങനെയാണ് BJPയുടെ വളർച്ച, RSSൻ്റെ വളർച്ച എന്നുള്ളൊരു ഇക്വേഷൻ രൂപപ്പെട്ടത്. അത് പക്ഷേ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അല്ല. RSS പ്രബല ശക്തിയായിട്ട് നിൽക്കുമ്പോൾ പോലും BJP മൂക്കും കുത്തി വീണ് 2 സീറ്റായിട്ടുണ്ട്, ഇല്ലേ? സോ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അല്ല. ബട്ട് വേറെ ഇക്വേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ശരി, ഇതൊരു ഇൻഡിക്കേഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.